അതിൻ്റെ പോത്തേജ് ഇത്ര വലിപ്പല്ലട മണ്ടേ മരമണ്ടൂസേ, അത് ഫോട്ടോ വെച്ചതല്ല പൊട്ട, അത് സ്ക്രീനിൽ തെളിഞ്ഞു വരിക ഓരോ ആളുകളുടെ ഫോട്ടോ. LCD സ്ക്രീനിൽ ഇടലില്ല പൊട്ട. അതിലെൻ്റെ മെച്ചായിക്ക് ബീരാണി സുലൈമാൻ്റെ കയ്യിൽ വരലില്ല LCD ഇടുമ്പോൾ പോത്തെ അതേമാതിരിയാണത്. അത് സ്റ്റേജിൻ്റെ ബാക്കിലുള്ള സ്ക്രീനാണ്. എവിടുന്ന ഈ പൊട്ട നീച്ചാൽ ഫ്ലക്സും സ്ക്രീനും രണ്ടും രണ്ടാമതിൻ്റെ അല്ലാത്ത ജാതി കാര്യമ്പോൾ തന്നെയാണ് എവിടുന്ന നമുക്കേജൊക്കെ നീച്ചാൽ ഇത് ഈ ചെയ്ത്താമാരെ വലിയ ചെയ്ത്ത അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ കോമാണ്ടിൻ്റെ സുലൈമാണ്ടിൻ്റെ നിർദ്ദേശം വെച്ചാണ് ഇപ്പോൾ ഈ ഫോട്ടോ വിടണേ. ഇപ്പോൾ അതിലിങ്ങനെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടണേ ഫോട്ടോ വെച്ചതാണത്. ഈ മൊയന്ത് വിചാരിച്ചത് ഫ്ലക്സിമൽ ഈ ഉസ്താമാരെ ഫോട്ടോ വെച്ചതാണ് വിചാരിച്ചിക്കാം. മൊയന്ത് അവിടെ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഓരോ കാര്യങ്ങൾ. അവിടെ ഫോട്ടോ മാത്രമല്ല, അവിടെ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ആ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താണ് പൊട്ടൻ പച്ചപ്പൊട്ടൻ ആരോ പറ്റിച്ചതാണ്. ഈ മൊയന്തിനുണ്ടാവല്ലോ തീരണേ, എന്താ അതിന് പറയാം. ഇതെല്ലാവരും ഒന്നുകൂടി കേൾക്കിട്ടോ. പാണ്ഡൻ സമത് പച്ചപ്പൊട്ട പോയത്തെ എഴുതി വിട്ടിനല്ലോ ഫേസ്ബുക്കിൽ. കോമാണ്ടിൻ്റെയും സുലൈമാണ്ടിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം എഴുതി വിട്ടതേനി. ഫോട്ടോ വെച്ചു കണ്ടില്ലേ, ഇവരിപ്പോൾ ഫോട്ടോ വെക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഈ മൊയന്തെ ഇത് ഫോട്ടോ വെച്ചതല്ല, ഇതവിടെ പരിപാടി നടക്കുന്ന സമയത്ത് സ്ക്രീനിലൂടെ ഓരോന്നിങ്ങനെ തെളിഞ്ഞു വരും. അത് പെട്ടെന്ന് ഈ ആനിമീങ്ങൾ ഫോട്ടോ വന്നപ്പോൾ അവിടെയാണ് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ മൊയന്ത് വിചാരിച്ചത് ഫോട്ടോ വെച്ചതാണ് ഫ്ലക്സിൽ, സ്റ്റേജ് മേലുള്ള ഫ്ലക്സിൽ ഫോട്ടോ വെച്ചതാണ് വിചാരിക്കുക. അതല്ല, ഇതവിടെ സ്ക്രീനുണ്ട് LCD ഒക്കെ ഇടുമ്പോൾ അതിലിങ്ങനെ ഓരോ ആളുകളുടെ പ്രസംഗങ്ങളും മറ്റൊക്കെ വരൂലേ, അതുപോലെ അവരുടെ ഫോട്ടോകൾ കയ്യിലിങ്ങനെ പറഞ്ഞിങ്ങനെ പോകൂലേ, അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിലിങ്ങനെ വരും. അത് സ്ക്രീനാണ്, അത് ഫ്ലക്സിലുള്ള ഫോട്ടോ അല്ല മൊയന്തേ പൊട്ട മരമണ്ടൂസ എന്നൊക്കെ നമ്മൾ പറഞ്ഞിനി. ഇന്നിപ്പോൾ കുഞ്ഞേമ്മതും പാണ്ഡൻ സമ്മതും നല്ലോ ഏറ്റിക്കണ് ആ പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞ നല്ല ഏറ്റിക്കണ്. അതിന് കാര്യമായിട്ട് ഒച്ചമ്പളി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഇവിടെ കേട്ടോ കിട്ടാം. എന്നിട്ട് ഇച്ചകളൊരു അവസ്ഥക്കാരികള് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ ധാരാളം. എന്നിട്ട് അപ്പോൾ പേരോട് സ്ഥാനം കിട്ടി വരട്ടെ, പേരോട് സ്ഥാനം കിട്ടണം. അതാണ് ഞങ്ങളെ രോമാഞ്ചിപ്പിക്കാൻ പോണ്ടിയോട് നിത്തിന് അതിൻ്റെ ആവശ്യം. ഞങ്ങൾ ഇതിൽ പറഞ്ഞ വോയിസ് എടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾ അത്രയ്ക്ക് ഞങ്ങളുള്ളൂ. അതിന് മാത്രം എന്നാൽ തന്നെ ഇപ്പം നമ്മൾ കുറേ ബാക്കിൽ നിൽക്കുക. നമ്മളിപ്പോൾ യൂട്യൂബിലൊന്നും വിഷയങ്ങൾ പറഞ്ഞു വിടണമെന്നില്ല. നമ്മൾ ഇതിലിങ്ങനെ ഓരോ വോയിസ് വിട്ടുകൊണ്ട് ഇങ്ങനെ അത് പിന്നെ ചില ആൾക്കാർ വേണ്ടത് ഓരോരുത്താണ് വോയിസ് പിന്നെ ക്ലിപ്പാക്കി വിടുന്നില്ലാതെ ഇപ്പൊ സാധാരണക്കാരായ ധാരാളം ആളുകൾ ഈ അമുക്കാളെ ഓരോ പച്ച പോയത്തങ്ങൾ പൊട്ട പോയത്തങ്ങൾ ഓരോ നിർത്തി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വല്ലാതെ പറയലില്ല. ഈ ഗ്രൂപ്പിലുള്ള ഓരോ വോയിസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ മറുപടി അങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇപ്പൊ 15 കൊല്ലങ്ങൾ അതല്ലേ ചെയ്ത് അതന്നെ മതി. അതിനെ ധാരാളമാണ് ആൾക്കാർക്ക് തിരിയാൻ മാത്രം എമ്പാടും ഉണ്ട്. ഏതായാലും 2 മൊയന്തന്മാരെ അതൊന്ന് കേട്ടോ കിട്ടകളെ എന്താ പറച്ചില്ലറിയോ. ഫോട്ടോ അല്ലാണ് അൻവർ ഉസ്താദ് ഒരു ഫോട്ടോയുടെ വിഷയം വിട്ടപ്പണ്ട് കുറെ സാധനങ്ങൾ ഇറങ്ങിക്കണ്. അത് ഫോട്ടോ അല്ലടാ, ആരോട് അൻവർ ഉസ്താദിനോട് അത് ഫോട്ടോ അല്ല, പിന്നെ അത് സ്റ്റേജിന്റെ പുറകിൽ വരുന്ന സ്ക്രീനിൽ ഫോട്ടോ വരികയാണ്. കണ്ടോകള് ഇവനെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ട ആശുപത്രി അതാ. ഈ കൂട്ടുകാരക്കാരൻ ഓനൊരു മൊയന്താണ്. അതാ പറഞ്ഞ ബാലുവിന്റെ അന്തം പോലും ഇല്ലാന്ന്. അത് ഫോട്ടോ വെച്ചല്ല അൻവർ ഉസ്താദിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണേ. പിന്നെ അത് പിന്നിൽ വന്ന സ്ക്രീൻ ഉണ്ടല്ലോ LED വാള്, അതില് ഫോട്ടോ വന്നതാണ്. അപ്പൊ ഒന്നും ഫോട്ടോ തന്നെയല്ലേ ഇത്രേ ഉള്ളത്, ഇത്രേ ഉള്ളൂ പറ്റിയുള്ള അതൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ പാവം എന്താ ചെയ്യാ, വീണോർത്ത് കാരണം ഉരുണ്ടും മറിഞ്ഞ് ചളിയൊക്കെ കൂടി മേത്താക്കിട്ടേ എന്താ ആ മറ്റേ പാണ്ഡൻ സമയത്ത് പറഞ്ഞു പെട്ടതാ. അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് കാരോടുത്ത് പറഞ്ഞു വന്നതാ. അപ്പോഴല്ലേ നമ്മളിത് സ്ക്രീൻഷോട്ട് ഇവിടെ കണ്ട് ബജ്ജി എന്നിട്ട് അതൊക്കെ ഇടുമ്പോ സ്റ്റേജിൽ കയറുന്നുണ്ട് ഇങ്ങനെ എന്താണ് അറിയാം പാവം എന്താ ഇതിനൊക്കെ പറയാ. സ്ക്രീനും ഫ്ലക്സും ഒന്നാണ് വിചാരിച്ചിട്ടാണ് ഈ മൊയന്തന്മാരെ. സംഭവത്തിന് ആരോ പറ്റിച്ചതാ. അത് പിന്നെ ഇതുമാതിരി ഫ്ലക്സിമേലുള്ള ഫോട്ടോ ആണെന്നല്ലേ ആരോ പറഞ്ഞാണ്ട് അവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടുകൊടുത്തതാണ്. ഓനിപ്പോൾ അതിന്റെ വീഡിയോ കണ്ടതല്ലേ കാരണം അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ സംഭവം ഫ്ലക്സിമേൽ ഒന്നായിട്ട് ആനിമീങ്ങളെ ഫോട്ടോ വെച്ചതാന്ന് മൊയന്ത മനസ്സിലാക്കിയതാണ്. അതിൽ പെട്ടുപോയതാണ്. പക്ഷെ നമ്മളത് ഇതിന് വേണ്ടി ജഗ പുകാക്കിയപ്പം എല്ലാ ഗ്രൂപ്പിലും എല്ലായിടത്തും പറഞ്ഞിക്കണത്. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലോ ആളുകളൊക്കെ എഴുതിയും ചെയ്തിക്കണേ ഈ മൊയന്തിന് ഫ്ലക്സും തിരിയില്ല സ്ക്രീനും തിരിയില്ല അറിഞ്ഞാണ്ട് അതിൽ കടന്നാണ്ട് ഉരുളാണ്. എന്താ ചെയ്യുക. ഇനി സമതിന്റെ ഉണ്ട്, സമത് ആകെ പേടിച്ച് കതച്ച് വറച്ച് എന്തൊക്കെയാ പറഞ്ഞ ഓനെന്നെ അറിയില്ല കേട്ടിട്ട്. അപ്പൊ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുവാണല്ലോ. അങ്ങനെയാണ് അതൊന്ന് നമ്മൾ ചെറുങ്ങനെ കാണിച്ചു കൊടുത്തത്. ഫോട്ടോ ഒക്കെ ഇപ്പൊ ആണുങ്ങൾ ഇങ്ങനെ വന്നതാണ്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ രസം തോന്നി. ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണല്ലോ. ഇവിടെ മാറി മറിയുന്ന സംഭവങ്ങൾ സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞപ്പോ ഫോട്ടോ വെക്കൽ അപ്ഡേഷൻ ആയിട്ട് സുന്നത്താണ്, നല്ലതാണ്. മാറിയിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കി കൂടിയാ. അതിന് വന്ന പുകില എന്തൊക്കെയാ കാര്യങ്ങള്. കൂട്ടുകാരെ മജീദ് ആണ് ആ ചങ്ങായി പറയുന്ന മണ്ടൻ. ഓൻ പറയാം അത് ഫോട്ടോ അല്ല ഫ്ലക്സ് അല്ല, അത് സ്ക്രീനിൽ ഇങ്ങനെ ഫോട്ടോ വരികയാണടാ. അതോനെ മറുപടി. ഈ സാധനം നല്ലോ കൊണ്ടുകിട് നമ്മളെ ഗ്രൂപ്പിൽ പറഞ്ഞത് എന്താ ചെയ്യാം, നമുക്ക് പറയലാ നിർവാഹമില്ലല്ലോ. ഇജാതി മണ്ടത്തരും പൊട്ടത്തരും എഴുതി വിട്ടാല് അത് അന്റെ പ്രശ്നമല്ല. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക.
അന്റെ പ്രശ്നമല്ല, അന്നെ കൊണ്ട് ആ സുലൈമാണ്ടി കോമാണ്ടി ചെയ്യിപ്പിക്കാണ്. അല്ല അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാണല്ലോ, നിങ്ങൾ കോളാമ്പി മാത്രമാണ്, മൈക്കുകൾ മാത്രമാണ് നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യണമെന്നില്ല. അപ്പൊ ആ സുലൈമാണ്ടിന്റെ കോമാണ്ടിന്റെ ചെറ്റത്തരാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. അത് അന്നിലൂടെ പ്രകടമാക്കി അതിനുള്ള ഒരു ഉദാഹരണം ഇത് നമ്മൾ പറഞ്ഞതാണ്. കാളെ വെറ്റ് പറഞ്ഞ പോലെ കാരെടുത്ത് പോകാഞ്ഞാണ്ടേ ഇഞ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചില്ല. അന്നെ കൊണ്ട് ആ ചങ്ങാമാർ കുഞ്ഞിരായി കളി കളിപ്പിച്ചാന്നുള്ളത് കൂടി വിചാരിച്ചില്ല. ഇഞ്ച അപ്പോ ഫ്ലക്സിന്റെ ഫോട്ടോ വെച്ചിരിക്കണെന്ന് പറഞ്ഞാണ്ട് ഒരു ചാടി പോണേ. എന്തായി? ആകെ അരപ്പായില്ലേ? ഫ്ലക്സ് എന്താന്നുള്ളത്, സ്ക്രീൻ എന്താ തിരിയാത്ത അന്നൊക്കെ ആ മോയന്തമാരെ എന്നെ പറ്റിച്ചുമ്പോൾ അപ്പഴെന്നെ ഒന്ന് ചിന്തിച്ചൂടെ, എന്നാലും ചെറുങ്ങനെ തന്നെ ചിന്തിച്ചൂടെ? വേണ്ട സുലൈമാണ്ടി, ഇതിപ്പോ ഫ്ലക്സ് അല്ലല്ലോ, ഇത് സ്ക്രീനല്ലേ? അല്ല കോമാണ്ടി, ഇതിപ്പോ സ്ക്രീനല്ലേ? അങ്ങക്ക് പറഞ്ഞൂടെ? ഇതൊക്കെ ഇങ്ങനെ ഓല് ചിന്തിപ്പണതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യണം. ചാട് കുഞ്ഞിരാമ അങ്ങോട്ട്, അപ്പൊ അങ്ങോട്ട് ചാടുക, ചാട് കുഞ്ഞിരാമ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ചാടുക. എന്തിനാ ഇങ്ങനെ ആകണത് കുഞ്ഞിരാമ? അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ജൈനിങ്ങനെ കടന്ന് ചാടി കളിച്ച് ഇറങ്ങിയാറാണെന്നില്ല. പാവം. വീട്ടിലെ ഈ കാട്ടുകളുടെ സമര കരുവേനൊക്കെ എത്ര വലിപ്പമുണ്ടല്ലോ, അങ്ങനെ ആലോചിച്ച് നോക്കി. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞാണ് പോയി മജേസിന്, അതിനാണ് ഇപ്പോൾ ഈ മൊയന്ത് സ്റ്റേജ് എത്തിക്കാണ്ട് മറുപടി ഉണ്ട്. 2 മൊയന്താൾ പറയുന്നത് കേട്ടില്ലേ? നിങ്ങളൊരു അധോഗതി ആലോചിച്ച് നോക്കി. ഒരുപാട് കായ് ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത് ഒരുപാട് മെനക്കെട്, എത്ര മെനക്കെടാ ഈ കാട്ടുകളുടെ സമ്മതമൊക്കെ കീശേരിക്കാണ്ട് ഓടണം കടലോണ്ടിക്ക്. അത് എത്ര എണ്ണ പൈസ അങ്ങോട്ട് കൊണ്ടും വേണം. അതേമാതിരി കാട്ടുകളും നൗസാദും കാട്ടുകളും കുഞ്ഞമ്മൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് കായ് മുടക്കി തൊള്ളിലെ കാറ്റ് വീമ കളഞ്ഞ് ഞരമ്പ് വീർപ്പിച്ച് മണിക്കൂറുകളോളം ആർത്ത് അട്ടാസിച്ച് ഇതിനപ്പോൾ മറുപടി ഉണ്ട്. ഇതേമാതിരി ഇപ്പോൾ 2 വോയിസ് വജേസിന് ഗ്രൂപ്പിൽ ഇട്ടിപ്പോൾ മറുപടി ഉണ്ട്. നിങ്ങളത് അധോഗതി ആലോചിച്ച് നോക്കി. നമുക്കാണെങ്കിൽ 5 പൈസ വർക്കില്ല, ഒരു ചിലവില്ല. എത്ര സുഖം നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ.